എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ 14:1 എന്തു പറയുന്നുവെന്ന് ശ്രവിക്കാം. യോഹന്നാൻ 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. യേശുവിൻ്റെ അറസ്റ്റിനും കുരിശുമരണത്തിനും തൊട്ടു മുമ്പ് അന്ത്യത്താഴ വേളയിൽ ശിഷ്യന്മാരോട് നടത്തിയ വിടവാങ്ങൽ പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് ഈ അധ്യായം. ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുന്നു. താൻ ഉടൻ തന്നെ അവരെ വിട്ടുപോകുമെന്ന അവൻ്റെ അറിയിപ്പിൽ അവർ വിഷമിച്ചിരിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിലൂടെ തൻ്റെ തുടർ സാന്നിധ്യം ഉറപ്പു നൽകുകയും തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവർക്കായി ഒരു സ്ഥലം ഒരുക്കുകയാണെന്ന് വാഗ്ദത്തം ചെയ്യുകയും ചെയ്യുന്നു. ഈ വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ ഉത്കണ്ഠയെയും ഭയത്തെയും അഭിസംബോധന ചെയ്യുന്നു. പിതാവായ ദൈവത്തിലും തന്നിലും വിശ്വസിപ്പാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം അവർ ദേശത്തിലും സത്തയിലും ഒന്നാണ്. ഭയത്തിൻ്റെ മറുമരുന്നായും സമാധാനത്തിൻ്റെ അടിത്തറയായും ഈ വാക്യം വിശ്വാസത്തെ ഉയർത്തിക്കാട്ടുന്നു. അനിശ്ചിതത്വത്തിലും തൻ്റെ പദ്ധതിയിലും കരുതലിലും വിശ്വസിക്കാൻ കഴിയുമെന്ന് യേശു തൻ്റെ അനുയായികൾക്ക് ഉറപ്പു നൽകുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകാൻ അനുവദിക്കരുത് എന്നത് സൂചിപ്പിക്കുന്നത് യേശു ശിഷ്യന്മാരുടെ ദുരിതം അംഗീകരിക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നു എന്നാണ്. ഭയമോ ഉത്കണ്ഠയോ അനുവദിക്കരുതെന്ന് അവൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ശിഷ്യന്മാരുടെ അവർക്ക് സൃഷ്ടാവ് പരിപാലകനുമായ ദൈവത്തിൽ ഇതിനകം വിശ്വാസമുണ്ടായിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. എന്നിലും വിശ്വസിക്കുവിൻ എന്നത് യേശുവിൻ്റെ ദൈവീക സ്വഭാവവും പിതാവിങ്കിലേക്കുള്ള വഴി എന്ന നിലയിലുള്ള പങ്കും ഉറപ്പിച്ചുകൊണ്ട് അവനിൽ അതേ വിശ്വാസം അർപ്പിക്കുന്നതിനുള്ള ക്ഷണമാണ്. അനിശ്ചിതത്വത്തിലോ ഭയത്തിലോ ആയിരിക്കുന്ന സമയങ്ങളിൽ യേശുവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിലുള്ള വിശ്വാസം വെല്ലുവിളികളിലൂടെയോ അജ്ഞാതരുടെയോ മുഖത്ത് പോലും സമാധാനം നൽകുന്നു. ക്രിസ്തുവിലുള്ള പ്രത്യാശ നിത്യതയിലേക്ക് ഉറപ്പു നൽകുന്നു. സ്നേഹപിതാവേ, ഭയത്തെ വിശ്വാസത്താൽ മാറ്റിസ്ഥാപിക്കാനും ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കാനും യേശുവുമായുള്ള ആഴത്തിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ആശ്രയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. കാരണം അവിടുന്ന് എല്ലാ സാഹചര്യങ്ങളിലും സന്നിഹിതനായിരിക്കുന്നതിനാൽ നമ്മുടെ ജീവിതത്തിനും നിത്യതയ്ക്കും തികഞ്ഞ പദ്ധതി അങ്ങയിലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.